കഴിഞ്ഞ ഏപ്രിലിൽ പെട്ടെന്ന് തന്നെ കേരള ഹൈക്കോടതിയിൽ വെർച്വൽ കോഴ്സ് വരുന്നു. ഫയലിംഗ് ഇമെയിൽ ഫയലിംഗ് ആവുന്നു, പിന്നീട് അത് ഇ ഫയലിംഗ് ആവുന്നു. കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ്. ആകെ ഒരു അങ്കലാപ്പോടുകൂടിയാണ് പൊതുവെ അഭിഭാഷക സമൂഹം അതിനെ കണ്ടത്. എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കും? അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ടോ? പലരും പരമ്പരാഗതമായ രീതിയിൽ ഈ അഭിഭാഷക വൃത്തി ചെയ്തവരും കോടതികളിൽ പരമ്പരാഗതമായ രീതിയിൽ കേസുകൾ വാദിച്ചിരുന്നവരുമാണ്. എന്നാൽ പെട്ടെന്നുള്ള മാറ്റം അല്ലെങ്കിൽ അനിവാര്യമായ മാറ്റം നമ്മെ കൊണ്ട് കൂടുതൽ ഇലക്ട്രോണിക് യുഗത്തിലെ പുതിയ സാധ്യതകൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും തയ്യാറാക്കാൻ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ അതിൻ്റെ 7000-ഓളം വരുന്ന മെമ്പർമാരും അഭിമുഖീകരിച്ച പ്രധാന പ്രശ്നം സൂം ആപ്ലിക്കേഷനിലൂടെ വീഡിയോ കോൺഫറൻസിങ് നടത്തുന്ന സമയത്ത് നമ്മുടെ ഡാറ്റയുടെ ബാൻഡ്വിഡ്ത്തും അതുപോലെ നമ്മളുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ ശേഷിക്കുറവും വളരെയധികം ബാധിച്ചിരുന്നു എന്ന സത്യമുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാം എന്ന ചിന്തയാണ് കൂടുതൽ ബാൻഡ്വിഡ്ത്തുള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റി നമുക്ക് വേണം, അത്യാധുനികമായ ലാപ്ടോപ്പുകൾ വേണം. എന്നാൽ മാത്രമേ നമ്മളുടെ കേസുകൾ ശക്തിയുക്തം നമുക്ക് കോടതി മുമ്പാകെ അവതരിപ്പിക്കാൻ പറ്റും. പല അവസരങ്ങളും ഉണ്ടായി. യഥാർത്ഥമായ പോയിന്റ് നമുക്ക് കോടതി മുമ്പാകെ പറയേണ്ട സമയത്ത് നമ്മുടെ നെറ്റ് കണക്ഷൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഹാങ് ആവുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ കക്ഷികളോട് നീതി പുലർത്താൻ കഴിയാതെ പോകുന്നു. കോടതിക്ക് യഥാർത്ഥമായ നമ്മളുടെ വാദമുഖങ്ങൾ അറിയാൻ കഴിയാതെ പോകുന്നു. ഈ പ്രശ്നത്തിലെല്ലാം കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ഒരു പരിഹാരം കാണണമെന്നുള്ള തീരുമാനത്തിലാണ് നമ്മുടെ മെമ്പർമാർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ പരിപാടികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ചേംബർ കോംപ്ലക്സിൽ ഇതിനകം തന്നെ കൂടുതൽ ബാൻഡ്വിഡ്ത്തുള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റി സംവിധാനം ലഭ്യമാക്കി കഴിഞ്ഞു. അത് തുടക്കം മാത്രം. മറ്റ് പല കമ്പനികളും ഇനിയും കൂടുതൽ ഫെസിലിറ്റികളുമായി അവിടെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി തന്നെ പലരും നമ്മൾ ഇന്ന് സൂം മീറ്റിങ്ങിൽ കയറുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് കയറുന്നത്. പലപ്പോഴും മൊബൈൽ ഫോണിൽ ഉപയോഗിച്ച് കയറുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, അതിലേക്ക് ഒരു കോൾ വരികയാണെങ്കിൽ അതിന് പ്രിഫറൻസ് ഉണ്ട്, നമ്മുടെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി അവിടെ കട്ടാവും. അതോടുകൂടി നമുക്ക് വീഡിയോ കോൺഫറൻസിങ് തടസ്സപ്പെടും. അതിന് പലപ്പോഴും ചെയ്യേണ്ടത് വൈഫൈ ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതൊരു ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ഡെസ്ക്ടോപ്പിൽ നിന്നോ നമ്മൾ ചെയ്യുക എന്നാണ്. അതിനായിട്ടാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങിൽ അഭിഭാഷകർക്ക് ലാപ്ടോപ്പ് എന്നുള്ള ഈ പദ്ധതി ഇവിടെ അരങ്ങേറാൻ പോകും. അതിനുള്ള സാമ്പത്തിക സഹായം എങ്ങനെ ലഭ്യമാക്കും എന്നുള്ള ചർച്ചയിലാണ് നമ്മൾക്ക് ഏറ്റവും അനുകൂലമായ നിലപാടുകളുമായി നമ്മുടെ തന്നെ ഇന്റേണൽ ഓഡിറ്റർ പ്രസാദ് സാറിൻ്റെ അല്ലെങ്കിൽ തീവ്രമായ പരിശ്രമത്തിൻ്റെ ഫലമായി നമ്മൾക്ക് ഇന്ന് KSFE നമ്മളുടെ ഈ സാമ്പത്തിക കാര്യത്തിലെ സഹായിയായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് ടീം 2020യുടെ ഏറ്റവും മഹത്തരമായ ഒരു പ്രവൃത്തി, കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകർക്ക് ഏറ്റവും ഉപയുക്തമായ ഒരു പ്രവൃത്തി ആയി പരിഗണിക്കപ്പെടും. അതിനെ കാലം അങ്ങനെ കാണും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ ചടങ്ങ് മോടിക്കൂട്ടുവാനായി, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായി ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ നമ്മുടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും.
ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ആർ ലക്ഷ്മിനാരായണൻ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മുഖ്യ അതിഥി അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ്. അദ്ദേഹം ഒരു മുതിർന്ന അഭിഭാഷകനാണ്. അദ്ദേഹം പത്തനംതിട്ട ബാറിൽ അനേക വർഷങ്ങൾ അഭിഭാഷകനായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോടുകൂടി തന്നെയാണ് അദ്ദേഹം KSFEയുടെ ചെയർമാൻ പദവി കൂടി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പദ്ധതി അദ്ദേഹത്തോടു കൂടി ആലോചിച്ചപ്പോൾ വളരെ അഭിഭാഷകർക്ക് ഉതകുന്ന രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ തന്ന് നമ്മളെ സഹായിക്കുന്നതിന് ശ്രീ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് സാർ നമ്മളെ സഹായിച്ചു. അഡ്വക്കേറ്റ് ഫിലിപ്പോസ് സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ തയ്യാറാക്കുന്ന മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സ്വീകരിക്കുന്നതിനായി KSFEയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ VP സുബ്രഹ്മണ്യൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പദ്ധതിയെക്കുറിച്ച് ആമുഖമായി ഞാൻ 2 വാക്കുകൾ പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ വശങ്ങൾ ഞങ്ങളുടെ കമ്മിറ്റിയിലെ ഒരു ടെക്കിയായ നമ്മുടെ വൈസ് പ്രസിഡന്റ് MR ഹരിരാജ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ശ്രീ MR ഹരിരാജിനെ കൂടി ഞാൻ വേദിയിലേക്ക് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം വേദിയുടെ മുൻവശത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പദ്ധതി ഇതിൻ്റെ ആദ്യ ഈ അപേക്ഷ നൽകുന്നത് അഡ്വക്കേറ്റ് ബെൻരാജ് KR ജൂനിയർ ലോയർ. അദ്ദേഹം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഈ ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്ക് ആശംസകൾ അർപ്പിക്കാനെത്തിയിരിക്കുന്നത് സീനിയർ അഡ്വക്കേറ്റ് ശ്രീ K ഗോപാലകൃഷ്ണക്കുറുപ്പ്, അഡ്വക്കേറ്റ് VK പ്രസാദ്, ഡയറക്ടർ KSFE അഡ്വക്കേറ്റാണ്, നമ്മുടെ ഇന്ത്യൻ ഓഡിറ്ററും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ ലോയേഴ്സ് വെൽഫെയർ ഫണ്ടിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് S രഞ്ജിത്ത് എന്നിവരെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്നത് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ ട്രഷറർ ശ്രീ TV ജയകുമാർ നമ്പൂതിരിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പരിപാടിയുടെ അടുത്ത നടപടിയിലേക്ക് പ്രവേശിക്കാം. May I now invite Advocate R. Lakshminarayanan, President, Kerala High Court Advocate Association, for the presidential address. എത്രയും ആദരണീയനായ ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ബഹുമാന്യനായ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ്, ചെയർമാൻ KSFE, ശ്രീ VP സുബ്രഹ്മണ്യൻ, ബഹുമാന്യനായ മാനേജിംഗ് ഡയറക്ടർ KSFE, സീനിയർ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണക്കുറുപ്പ് സർ, അഡ്വക്കേറ്റ് VK പ്രസാദ്, ബാക്കിയുള്ള സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട ഈ അസോസിയേഷൻ അംഗങ്ങളെ, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. അങ്ങനെ സ്വപ്നങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ട് 2020 ഓഗസ്റ്റ് വരെ തിരിക്കാം. ഇനിയൊരു 4 മാസം 2020 കഴിഞ്ഞിട്ടെങ്കിലും 2021 എങ്കിലും ശുഭകരമായ കോവിഡ് വിമുക്തമായ ഒരു ലോകം, ഒരു ഇന്ത്യ, ഒരു കേരളം, ഒരു ബാർ അസോസിയേഷൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മനസ്സിൽ ആശങ്കകളുണ്ട്, പക്ഷെ ആശകൾ ഒടുങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് കാണുന്നത്. ആശകൾ എങ്ങനെയെങ്കിലും ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള തത്രപ്പാടിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഈ കൂട്ടായ്മ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഏവരുടെയും മനസ്സിൻ്റെ ഒരു ഐക്യം കൂടിയാണ്. അപ്പോൾ ഇതിൽ അൺഎക്സ്പെക്റ്റഡായ ചില സഹായഹസ്തങ്ങൾ വരും. അങ്ങനെ ഒരു സഹായഹസ്തവുമായിട്ട് നമ്മുടെ പ്രിയ ഇന്റേണൽ ഓഡിറ്റർ KSFEയുടെ ഡയറക്ടറുടെ പ്രസാദ് സാറിലൂടെയുള്ള ഈ ആശയം. പക്ഷേ ഈ ആശയത്തിൻ്റെ ബീജം അത് വന്നത് എനിക്കതിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാതെ ഇരിക്കാൻ സാധിക്കില്ല. ഈ കോവിഡ് കാലത്തിന് മുമ്പ് തന്നെ ഈ കമ്മിറ്റി അധികാരം ഏറ്റ മാസത്ത് തന്നെ ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ സാറിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ആദ്യം ചോദിച്ചത്, നിങ്ങൾ യങ്സ്റ്റേഴ്സിന് വേണ്ടി എന്ത് ചെയ്യുന്നു?
മെമ്പേഴ്സിൻ്റെ കുറേ മെമ്പേഴ്സ് ഉണ്ട് സാമ്പത്തികമായി അത്രയും ഒരു കപ്പാസിറ്റി കുറവുള്ളൂ. അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? എപ്പോഴും അതാണ് കാണുമ്പോൾ അദ്ദേഹം ചോദിക്കുമായിരുന്നു. അവർ ഇൻഷുറൻസ് ടീം, ഗ്രൂപ്പ് ഇൻഷുറൻസ്, കാരണം 8,000 മെമ്പേഴ്സുള്ളൊരു അസോസിയേഷനാണ്. അപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ കാര്യമാണെങ്കിലും യങ്സ്റ്റേഴ്സിനെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ടെക്നോളജി അബ്സോർവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഈ കമ്മിറ്റിക്ക് ഒരു റിമൈൻഡർ എന്ന പോലെ അദ്ദേഹം കാണുമ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമനായ ഒരു ഉദ്ഘാടനയാണ് ഈ സ്കീം ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ കോവിഡ് കാലത്ത് നമുക്ക് ഈ അസോസിയേഷനിൽ ഒരു 250-ൽ കൂടുതൽ യങ് ലോയേഴ്സിനെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. അദ്ദേഹം ആ ഫണ്ട് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം തന്നെയാണ്. ഈ കോവിഡിൻ്റെ കാലത്ത് ഈ വീഡിയോ കോൺഫറൻസിലേക്ക് മാറുമ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ ഒരു ആശയം ആദ്യമായി വിതച്ചതും ബഹുമാന്യനായ ജസ്റ്റിസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനൊരു ഉദ്ഘാടനത്തിന് ആരെ ക്ഷണിക്കുമെന്ന് യാതൊരുവിധ സംശയത്തിനൊരു ഇടയുണ്ടായില്ല. അപ്പോൾ പ്രിയങ്കരനായ നമ്മുടെ ജസ്റ്റിസ് ഉദ്ഘാടനം ചെയ്യുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കൊണ്ട് നമ്മുടെ ചെയർമാൻ, അദ്ദേഹം വക്കീലാണ്, വക്കീലന്മാരുടെ പൾസസ്, വികാരങ്ങൾ അല്ലെങ്കിൽ ആശകൾ, സ്വപ്നങ്ങൾ, അവരുടെ യാഥാർത്ഥ്യമായിട്ടുള്ള ജീവിതത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ എല്ലാം അറിയാവുന്ന ഫിലിപ്പ് തോമസ് സാറിനെ നമുക്ക് ചീഫ് ഗസ്റ്റായിട്ട് കിട്ടിയതിൽ നമുക്ക് അഭിമാനമുണ്ട്. അതുപോലെ എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്ത MD അതിൻ്റെ സുബ്രഹ്മണ്യം സാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന KSFE-യുടെ എല്ലാ സ്റ്റാഫും എല്ലാവരും ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് വലിയൊരു ഫംഗ്ഷനായി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ റെസ്ട്രിക്റ്റഡ് മാനറിലും ഇപ്പോൾ ഇത് FB ലൈവ് പോകുന്നുണ്ട്. അതുപോലെ യൂട്യൂബിൽ ഇത് പല മെമ്പേഴ്സും കാണും. അങ്ങനെ ഈ സ്കീം ഏറ്റവും വിജയകരമായ രീതിയിൽ നടത്താൻ സാധിക്കേണ്ട ഞങ്ങളുടെ ഈ സിനർജി ദാറ്റ് ജനറേറ്റഡ് ഔട്ട് ഓഫ് ദി യൂണിയൻ ഓഫ് ദിസ് എസ്റ്റീംഡ് ബാർ അസോസിയേഷൻ ആൻഡ് ദി എസ്റ്റീംഡ് KSFE, അതിൽ നിന്നുള്ള ആ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന ആ ഗ്രൂപ്പിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇവിടെ വന്നതിലും ഇതിലെ സപ്പോർട്ട് ചെയ്തതിലും നന്ദി വീണ്ടും പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. We are privileged with the gracious presence of Honorable Mr. Justice Anil K. Narendran, who will officially launch the scheme for purchase of laptop for members. I most humbly invite His Lordship to officially inaugurate the scheme by presenting a copy of the scheme to Senior Advocate Sri Gopalakrishna Kurupar, Secretary, Senior Advocates Association. I also invite Senior Advocate Gopalakrishna Kurupar sir to the dais. I would request His Lordship to address the gathering and speak a few words. Secretary, the Chairman and Managing Director of the Senior Advocate Gopalakrishna Kurupar and മറ്റ് അഭിഭാഷക സുഹൃത്തുക്കൾ, ഈ കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ ഓൾറെഡി എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മളുടെ ചേംബർ കോംപ്ലക്സ്. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്ത് ഏത് സംസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാലും ആ സംസ്ഥാനത്ത് ചേംബർ പണിത് കൊടുത്തിരിക്കുന്നത് സർക്കാരായിരിക്കും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഹൈക്കോടതി അഭിഭാഷകരുടെ ഒരു കൂട്ടായ്മ ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരു മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് പണിത് അതിൽ ചേംബർ കോംപ്ലക്സ് നമുക്ക് നടത്താൻ സാധിച്ചത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അസോസിയേഷൻ്റെ ഒരു ഒത്തൊരുമയും ഒരു കൂട്ടായ്മയുമൊക്കെ
കൊണ്ട് മാത്രം നടന്നൊരു കാര്യമാണ്. ആ ചേംബർ കോംപ്ലക്സിൻ്റെ ഫങ്ഷനിങ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഹൈക്കോടതിയുടെ അടുത്ത് നഗരഹൃദയത്തിൽ ഒരു ചെറിയ ഒരു ചേംബറിൽ സ്വന്തം പ്രാക്ടീസ് നടത്താനായിട്ടുള്ള ഒരു അവസരമാണ് ഒരു അഭിഭാഷകന് കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി പരിസരത്തോ അതല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെയോ ഒരു ഓഫീസ് മേടിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയില്ലാത്ത ഒരാൾക്ക് പോലും ഒരു ചേംബർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് നമ്മളുടെ ഈ ഹൈക്കോടതിയിൽ മാത്രമാണ്. ഒരു ഓഫീസ് ഇപ്പോൾ ഒരു ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അറിഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പലരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഹൈക്കോടതി പരിസരത്ത് ഒരു ഓഫീസുള്ള അഭിഭാഷകൻ അതല്ലെങ്കിൽ വലിയൊരു വാടകയില്ലാതെ ഒരു ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അഭിഭാഷകനായിട്ട് മാറുകയാണ്. ഈ കമ്പ്യൂട്ടറൈസേഷൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫയലിങ്ങിൽ വലിയ ബുദ്ധിമുട്ടുകൾ വന്നു. സ്റ്റെനോഗ്രാഫേഴ്സിനെ കിട്ടാതായി, അഡ്വക്കേറ്റ് ക്ലർക്ക് പലരും കണ്ടെയ്ൻമെൻറ്റ് സോണിൽ പോകുന്നു. അപ്പോൾ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡ് റിലേറ്റഡ് റെസ്ട്രിക്ഷൻ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഫ്ലഡ് റിലേറ്റഡ് റെസ്ട്രിക്ഷൻ ആയിക്കോട്ടെ, ഒരു ലാപ്ടോപ്പ് ഒരു അഭിഭാഷകൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കക്ഷി എവിടെന്നെങ്കിലും വിളിക്കുന്നു, കേസ് തയ്യാറാക്കാം, അത് ആർക്കെങ്കിലും മെയിൽ ചെയ്ത് കൊടുത്ത് ക്ലർക്കിന് മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സൗകര്യങ്ങൾ ഇത് വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ജൂനിയർ അഭിഭാഷകന് ഒരു ഓഫീസിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അഭിഭാഷകൻ്റെ കോൺഫിഡൻസാണ് വർദ്ധിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജൂനിയർ അഭിഭാഷകനെ സംബന്ധിച്ച് ആ ഒരു ലാപ്ടോപ്പ് കൊണ്ട് തന്നെ ഒരു ഓഫീസ് മാനേജ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയുകയാണ്. ഒരു ദിവസം ഇപ്പോൾ സ്റ്റെനോഗ്രാഫർ വേണ്ട, അത് സ്റ്റെനോഗ്രാഫർ ഇല്ലാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫയൽ ടൈപ്പ് ചെയ്ത് പഠിക്കാം. ഫയലിങ്ങിൽ ഉള്ള പ്രൊസീജിയർ എളുപ്പമായി. ഇപ്പോൾ നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻസൊക്കെ ഓൺലൈൻ ഫയലിംഗ് ആണ്. അപ്പോൾ ഞാനത് പലപ്പോഴും പ്രസിഡൻറ്റിൻ്റെ അടുത്ത് കാണുമ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ഓൺലൈൻ സിസ്റ്റംസ് കുറേ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓൺലൈൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഹൈക്കോടതി അഭിഭാഷകന് അല്ലെങ്കിൽ എവിടെയുള്ള അഭിഭാഷകനായിക്കോട്ടെ ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ വളരെ എളുപ്പത്തിൽ ഒരു കേസ് ഫയൽ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ഈ അഭിഭാഷക വൃത്തിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ അല്ലെങ്കിൽ ഇവിടെ നമ്മളുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ പുതിയ കോളേജുകളിൽ നിന്നും അല്ലെങ്കിൽ നാഷണൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പാസ് ഔട്ടാകുന്ന അഭിഭാഷകർ വളരെ കുറച്ച് പേർ മാത്രമേ ഈ ഫീൽഡിലോട്ട് വരുന്നുള്ളൂ. അതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല, ഒരു അഷുറൻസ് ഇല്ല. കാര്യം പാസ് ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ഹൗസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു അഷ്യൂർഡ് എമൗണ്ട് കിട്ടും. പക്ഷെ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഫഷണൽ ഇനീഷ്യൽ സ്റ്റേജിൽ വളരെയധികം ബുദ്ധിമുട്ടിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ പിടിച്ചു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള അഭിഭാഷകരാകാതെ ഈ കോർപ്പറേറ്റ് ഹൗസുകളിൽ ജോയിൻ ചെയ്ത ആളുകളെ കഴിയും വലിയ നിലകളിൽ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. പക്ഷേ അതിന് ഒരു 4 വർഷമോ 5 വർഷമോ 10 വർഷമോ നിങ്ങൾ വളരെയധികം സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അല്ലാതെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടണം അല്ലെങ്കിൽ വലിയ ഫീസ് മേടിക്കണം എന്നുള്ളൊരിത് ഒരു സീനിയറിൻ്റെ കൂടെ പോയി കാര്യം നമ്മൾ പഠിച്ചു വരുന്നതൊന്നുമല്ല ഈ പ്രൊഫഷനിൽ വരുമ്പോൾ പ്രാക്ടിക്കൽ സൈഡിൽ വരുന്നത്. അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടതികളിൽ പോകണം, ഒരു സീനിയറിൻ്റെ കൂടെ പോകണം. ഇപ്പോൾ പണ്ടൊക്കെയുള്ള കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിഭാഷകൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കക്ഷി വന്ന് പ്ലെയിൻ്റെ
എഴുതേണ്ട സമയമാകുമ്പോഴത്തേക്കും പ്ലെയിൻ എഴുതുക എന്ന ചുമതലയാണ് ഒരു ജൂനിയർ അഭിഭാഷകന്. പക്ഷേ ആ കക്ഷി അവിടെ ഇരുന്ന് കക്ഷിയും സീനിയറുമായിട്ടുള്ള ഡിസ്കഷൻ കേട്ട് കഴിഞ്ഞ് ഒരു 3 പ്ലെയിൻ്റെ എഴുതി കഴിയുമ്പോൾ 4ാമതൊരു സിമ്പിൾ ഇൻജങ്ഷൻ സൂട്ട് വരുമ്പോഴത്തേക്കും സീനിയർ പറയും ഇത് നീ എഴുതും. അങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടുമ്പോഴാണ് ഒരു അഭിഭാഷകന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സൈഡിൽ പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ടെക്നോളജി മാറി വരികയാണ്. നിങ്ങളുടെ ഒരു സീനിയർ അഭിഭാഷകൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കക്ഷികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ലാപ്ടോപ്പ് വന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ജൂനിയർ അഭിഭാഷകനെ സംബന്ധിച്ച് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു പ്രൊഫഷൻ ഒരു മാസം കുറച്ച് കേസ് കുറഞ്ഞു കഴിഞ്ഞാൽ പോലും പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു അത്താണിയാണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോഴ്സ് വളരെയധികം കുറയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് തുടക്ക സമയങ്ങളിൽ. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ പലപ്പോഴും മറ്റേ പ്രസിഡൻറ്റിനെ കാണുമ്പോൾ, ലക്ഷ്മിനാരായണനെ കാണുമ്പോൾ പറയും നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ, കാര്യം മറ്റേ ഫ്ലഡ്സ് വരുന്നു അത് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്തെങ്കിലും യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ ഓഫീസിൽ ചെല്ലാനായിട്ട് അഭിഭാഷകന് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒരു സേഫായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു ലാപ്ടോപ്പ്. ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പ്രിൻ്ററിനും കൂടെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു റൂം വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ എവിടെ വെച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റേ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഡെയിലി ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഇപ്പോൾ ഓൺലൈനായി. ഇനി അതങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ എവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്, വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലോട്ട് വന്നു. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി അസോസിയേഷൻ എടുത്ത കാര്യങ്ങൾ വളരെ അഭിഭാഷകരെ സംബന്ധിച്ച് വളരെയധികം ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം കാണില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പല പ്രാവശ്യമായിട്ട് നിങ്ങളുടെ പ്രസിഡൻറ്റിൻ്റെ അടുത്തും സെക്രട്ടറിയുടെ അടുത്തും പറയുന്നൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസും കൂടെ കവർ ചെയ്യത്തക്ക വിധത്തിൽ എല്ലാ അഭിഭാഷകർക്കും ഒരു മെഡിക്കൽ ഇൻഷുറൻസ്. കാര്യം ഒരു ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് വളരെയധികം ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് കേരളയും ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൈക്കോടതി കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ മറ്റുള്ള അസോസിയേഷനിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടുവന്ന ചേംബർ കോംപ്ലക്സ് പോലെ ഈ കമ്പ്യൂട്ടർ പ്രോജക്റ്റും സക്സസ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you, Lordship. Thank you for those kind words. We are blessed to have with us Sri Advocate Philippos Thomas, senior lawyer from the Pathanamthitta Bar, who is also the chairman of KSFE and a former planning board member. Sir, I request you to address the audience gathering. ഹൈക്കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലക്ഷ്മി നാരായണൻ, ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന KSFയുടെ MD ശ്രീ DP സുബ്രഹ്മണ്യൻ, ഈ പരിപാടിയുടെ രൂപരേഖ ഇവിടെ സമർപ്പിക്കുന്ന അഡ്വക്കേറ്റ് എം ഹരിലാൽ, ആദ്യ അപേക്ഷ നൽകുന്ന അഡ്വക്കേറ്റ് ഇന്ദിരാജ് KR, ആശംസകൾ അർപ്പിക്കുന്ന അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, KSFയുടെ ഡയറക്ടർ കൂടിയായ അഡ്വക്കേറ്റ് DK പ്രസാദ്,
ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് രഞ്ജിത്ത്, അഡ്വക്കേറ്റ് ജയകുമാർ നമ്പൂതിരി സ്വീകരിച്ചു. ഇത്തരമൊരു പരിപാടിയുമായി സഹകരിക്കുന്നതിന് KSFക്ക് ഏറെ സന്തോഷം. ഹൈക്കോടതി ബാർ അസോസിയേഷൻ മുൻകൈയെടുത്ത് ആവശ്യമുള്ള അഭിഭാഷകരെ ഈ COVID-19 കാലഘട്ടത്തിൽ സഹായിക്കാനും പിന്താങ്ങാനുമുള്ള അങ്ങേയറ്റം മാതൃകാപരമായ ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് എങ്ങനെ ജൂനിയർ അഭിഭാഷകന്മാരെ സഹായിക്കാൻ പറ്റും എന്ന ഒരു ചിന്തയുടെ ഭാഗമാണിത്. ഇപ്പോൾ ഈ COVID-19 കാലഘട്ടത്തിൽ ജൂനിയർ അഭിഭാഷകന്മാരെ എങ്ങനെ സഹായിക്കാം എന്നതിനെക്കുറിച്ച് ധാരാളം ചർച്ച നടക്കുന്നെങ്കിൽ വളരെ കൂടുതൽ ഒന്നും ആ രംഗത്ത് നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം എന്ന് നമുക്കറിയാം. ഞാനൊരു ഡിസ്ട്രിക്ട് ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി പത്തനംതിട്ടയിൽ 3 വർഷം പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അവിടെ തന്നെ പകുതിയിലേറെ അഭിഭാഷകന്മാർ ഈ കാലഘട്ടത്തിൽ തൊഴിൽ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബാർ കൗൺസിൽ എന്ന നിലയിലോ മറ്റു തരത്തിലോ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അഭിഭാഷകന്മാരെ സഹായിക്കാനുള്ള കാര്യമായ ഒരു പരിപാടിയും നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഖേദകരമായ ഒന്നാണ്. ഇന്ന് ഈ ഹൈക്കോടതി ബാർ അസോസിയേഷൻ ഇങ്ങനൊരു പരിപാടിയായി വന്നപ്പോൾ അതുമായി സഹകരിക്കാൻ KSF ഏറെ സന്തോഷത്തോടുകൂടി സമ്മതിച്ചതിൻ്റെ ഒരു കാരണം ഇത് ഈ കാലത്തിൻ്റെ ആവശ്യമനുസരിച്ചുള്ള ഒരു പരിപാടിയാണ്. ഞങ്ങളുടെ ഡയറക്ടർ കൂടിയായ അഡ്വക്കേറ്റ് VK പ്രസാദ് ഇവിടെ നടന്ന ചർച്ചകളെക്കുറിച്ച് ഞങ്ങളുടെ ബോഡി യോഗത്തിൽ പറഞ്ഞപ്പോൾ ഏതാണ്ട് എല്ലാവരും തന്നെ അതിന് വലിയ പിന്തുണയാണ് കൊടുത്തത്. അടിസ്ഥാനപരമായി നിങ്ങൾ അറിയുന്നത് പോലെ തന്നെ KSF ഒരു ചിട്ടിക്കുണ്ട്. ഈ ചിട്ടി എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ഉൽപ്പന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 50 വർഷം കേരളത്തിൽ പ്രവർത്തിച്ച് ഇന്ന് മറ്റ് നിരവധി സാമ്പത്തിക മേഖലകളിൽ കൂടി അതിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി എന്ന നിലയിൽ ഈ ജൂബിലി വർഷം കൂടിയാണ് KSFയുടെ. തീർച്ചയായും ഈ ജൂബിലി വർഷത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ ആരംഭിക്കാൻ കഴിഞ്ഞത് സന്തോഷമുണ്ടാക്കും. പക്ഷെ ലാപ്ടോപ്പ് കൊടുക്കാൻ ഞങ്ങളൊരു പരിപാടി ഇരുന്ന് ആദ്യമായിട്ടല്ല. കാരണം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിലെ കുടുംബശ്രീ അംഗങ്ങളായ വീട്ടമ്മമാർക്ക് 3 ലക്ഷം പേർക്ക് ഒരു MOU ഞങ്ങൾ ഒപ്പിടുകയും അതിനുവേണ്ടി കുടുംബശ്രീ അംഗങ്ങൾ ഒരു ചിട്ടി തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ലളിതമായ ഒന്നാണ്. പ്രതിമാസം 500 രൂപ വീതം 30 മാസത്തവണകളാണ് അവരടയ്ക്കുന്നത്. ആ ചിട്ടിയിൽ അടയ്ക്കുന്ന കുടുംബശ്രീ അംഗങ്ങൾ 20, 30 എന്നീ തവണകളുടെ കാര്യത്തിൽ ചില ഇളവുകളുണ്ട്. ലാപ്ടോപ്പ് വേണ്ട മുഴുവൻ പേർക്കും 3-ാമത്തെ മാസം ലാപ്ടോപ്പ് കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റും കൂടി അതിൽ പങ്കാളികളാണ്. അപ്പോൾ അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അഭിഭാഷകന്മാരുടെ ഇവിടെ പറഞ്ഞതുപോലുള്ള ഒരു ഹൈ എൻഡ് മോഡലല്ല, വളരെ ബേസായിട്ടുള്ള ഒരു മോഡൽ ലാപ്ടോപ്പാണ് ഈ കുടുംബശ്രീ അംഗങ്ങൾക്ക് 3 മാസത്തിനകത്ത് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ ഞങ്ങളതിൽ കണ്ടൊരു കാര്യം, ഈ കേരളത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസ
രീതി ആരംഭിച്ചപ്പോൾ 2.5 ലക്ഷം കുട്ടികൾക്ക് ആ സൗകര്യങ്ങൾ ഇല്ല. അതിന് പറ്റുന്നൊരു ടി വി ഇല്ല, ഒരു മൊബൈൽ ഫോണില്ല, കുറേയധികം പേർക്ക് അവരുടെ വീട്ടിൽ ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ല. പക്ഷെ അവരെ കൂടി ഇതിനോടൊപ്പം കൊണ്ടുവരണം. അതിനുവേണ്ടി ഉതകുന്ന ഒരു വലിയ പരിപാടി എന്ന നിലയിലാണ് ഞങ്ങളിതിനെ കണ്ടത്. ഇത് നമ്മുടെ സമൂഹത്തിലെ ഒരു ഡിജിറ്റൽ ഡിവൈഡിനെ മറികടക്കാൻ ഉതകുന്ന ഒന്നാണ്. അപ്പോൾ കുടുംബശ്രീ അംഗങ്ങൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതുകൊണ്ട് KSFE ആരംഭിച്ച തുടക്കം ഇന്നിപ്പോൾ ഹൈക്കോടതി ബാർ അസോസിയേഷൻ അംഗങ്ങൾക്ക് ഒരു ഹൈ എൻഡ് മോഡൽ കൊടുക്കുന്ന അതിനാവശ്യമുള്ള ഫൈനാൻസ് കൊടുക്കുന്ന നടപടിയിലൂടെ കുറേ കൂടി മുന്നോട്ട് പോകുന്നു. ഇവിടെ ഈ പരിപാടി എങ്ങനെ പ്രാവർത്തികമാകുന്നു എന്നത് താല്പര്യപൂർവ്വം നമ്മുടെ പല ഡിസ്ട്രിക്ട് അസോസിയേഷൻസും കാത്തിരിക്കുന്നുണ്ട്. അവരും ഈ പരിപാടിയെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റുകൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടി ഇതിൽ പങ്കെടുത്താൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട് എന്ന് 2 ഡിസ്ട്രിക്ട് ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റുമാർ എന്നോട് തന്നെ പറയുകയുണ്ടായി. തീർച്ചയായും ഇവിടെ നമ്മൾ ആരംഭിക്കുന്ന ഈ തുടക്കം കേരളത്തിലെ ജൂനിയർ അഭിഭാഷക സമൂഹത്തിനൊട്ടാകെ സഹായകരമായൊരു പദ്ധതിയായി വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫൈനാൻസ് ലഭ്യമാകുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ KSFE പോലെയുള്ള ഒരു സ്ഥാപനത്തെ തന്നെ നിങ്ങൾ ഇക്കാര്യത്തിൽ പങ്കാളികളാക്കി എന്നുള്ളതിൽ ഞങ്ങളേറെ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. Now, my Advocate Association will present the details of the scheme. ബഹുമാന്യരെ, പ്രിയമുള്ള ഒരു ശരാശരി അഭിഭാഷകന്റെ ജീവിതത്തിൽ അവൻ്റെ തൊഴിലിന് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൻ്റെ നാക്കിൻ്റെ ബലവും തലച്ചോറിൻ്റെ മൂർച്ചയും മാത്രം മുടക്കുമുതലായിട്ടുള്ള ഒരു പണിയായിട്ടാണ് നമ്മളുടെ ജോലിയെ പൊതുവിൽ പറയാറുള്ളത്. അത് രണ്ടും അതിനോടൊപ്പം രാത്രി പകലാക്കി ജോലി ചെയ്യുവാനുള്ള സന്നദ്ധതയും കൂടെ ഉണ്ട് എങ്കിൽ ഈ ജോലിയിൽ തീർച്ചയായും വിജയം കൈവരിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഈ കോവിഡ് കാലം വരെ വാസ്തവത്തിൽ ഉണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ കോവിഡ് വന്നപ്പോൾ എല്ലാ സ്ഥാപനങ്ങളുടെയും കതകുകൾ അടയുകയും എന്നാൽ അതേസമയം കോടതി മാത്രം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയും മറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള രീതിയിലും പ്രവർത്തിച്ചു തുടരുകയും ചെയ്തു. ഇത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണ്. നമ്മളതിന് തയ്യാറായിരുന്നില്ല. ഒരു നല്ല പങ്ക് അഭിഭാഷകർക്ക് എന്ത് ചെയ്യണം എന്ന അങ്കലാപ്പായി. ചെയ്യാൻ തയ്യാറുള്ളവർക്കാകട്ടെ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി ഇല്ലാത്ത അവസ്ഥയും ഉണ്ടായി. പെട്ടെന്ന് അത്രയും ആവശ്യത്തിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതിന് പണം എപ്പോഴും ഒരു വലിയ തടസ്സമായി നിൽക്കുകയും ചെയ്തു. ലോക്ക്ഡൗൺ കഴിഞ്ഞു. ഇപ്പോഴും നമ്മളുടെ കോടതികളിൽ നല്ലൊരു പങ്ക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വീഡിയോ കോൺഫറൻസിലും മറ്റുമാണ് പ്രവർത്തിക്കുന്നത്. കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ ഒക്കെ കൂടുതൽ പ്രചാരത്തിൽ വരുന്നുണ്ട്. അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം വീഡിയോ കോൺഫറൻസിങ് എന്ന കുറച്ച് ഭാരമേറിയ ജോലി കമ്പ്യൂട്ടറുകൾ ചെയ്യേണ്ടതുകൊണ്ട് ഏറ്റവും താഴ്ന്ന വിലയ്ക്ക് കിട്ടുന്ന കമ്പ്യൂട്ടറുകൾ അതിന് പോരാതെ വരുന്ന ഒരവസ്ഥയുമുണ്ട്. അല്ലെങ്കിൽ വാസ്തവത്തിൽ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ അത്യാവശ്യം വേർഡ് പോലെയുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നിതീഷ്, ആ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഏത് അംഗത്തിനും, ഡ്യൂസ് ഇല്ലാത്ത ഏതൊരു അംഗത്തിനും
ഒരു ലാപ്ടോപ്പ് ആവശ്യപ്പെട്ട് ഒരു അപേക്ഷ നമ്മളുടെ അസോസിയേഷനിൽ നൽകാം എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യപടി. അത് 35,297 രൂപ ആണ് നമ്മൾ നൽകുന്ന ലാപ്ടോപ്പിൻ്റെ വില. അതിൻ്റെ MRP ഏകദേശം 60,000 രൂപയുടെ അടുത്ത് വരുന്ന കോൺഫിഗറേഷനുള്ള ഒരു സിസ്റ്റമാണ്. ഡെല്ലിൻ്റെ വോസ്ട്രോ 3491 എന്ന മോഡലാണ് നമ്മൾ നൽകുന്നത്. അത് തന്നെ 8 GB റാം ഉള്ളത്, അതായത് ഈ വീഡിയോ കോൺഫറൻസിങ് ചെയ്യുന്ന വർക്കൂടെ ചെയ്യേണ്ടത് കൊണ്ട് 8 GB ഉള്ളത് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഓഫർ പ്രൈസായിട്ട് ഇൻ്റർനെറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രൈസാണ് ആ കാണിച്ചിരിക്കുന്നത്. 46,644 രൂപ ഡെല്ലിൻ്റെ വെബ്സൈറ്റിലുള്ള പ്രൈസാണ്. ഇത് കൂടാതെ നമ്മൾ ഈ ലാപ്ടോപ്പുകൾ എടുക്കുന്നത് ICPL എന്നുള്ള കമ്പനിയിൽ നിന്നാണ്. അവർ നമുക്ക് 2 അഡീഷണൽ ഓഫർ കൂടെ തന്നിട്ടുണ്ട്. ICPL എന്നുള്ള കമ്പനി നിലവിൽ ഹൈക്കോടതിയിൽ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഹൈക്കോടതിക്ക് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന കമ്പനിയാണ്. ആ കമ്പനി നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഈ ലാപ്ടോപ്പുകൾക്ക് ഹൈക്കോടതിയിൽ ഓൺസൈറ്റ് വാറണ്ടി തരാം. സാധാരണ നിലയിൽ ലാപ്ടോപ്പുകൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി മാത്രമേ അതിൻ്റെ വാറണ്ടി അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഹൈക്കോടതിയിൽ സർവീസ് വാറണ്ടി അവൈലബിൾ ആക്കി തരാം എന്നുള്ളൊരു ഓഫർ അവർ തന്നിട്ടുണ്ട്. അവർക്ക് 2024 വരെ ഇവിടെ ഹൈക്കോടതിയിൽ കോൺട്രാക്റ്റ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരത് തരാമെന്ന് നമുക്ക് ലിഖിതമായി തന്നിട്ടുണ്ട്. അതുകൂടാതെ ലൈസൻസ്ഡ് ആയിട്ടുള്ള വിൻഡോസും ലൈസൻസ്ഡ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസ് ഫോമും, ഇത് ഏകദേശം 7,000 രൂപയോളം വില വരുന്ന ഒരു പാക്കേജാണ് ഈ ലൈസൻസ്ഡ് ഓഫീസ് ഫോം എന്നുള്ളത്. അതുകൂടെ ചേർത്തിട്ടാണ് നമുക്ക് തരുന്നത്. ഇതാണ് അവർ നമുക്ക് തന്നിരിക്കുന്ന ഓഫറിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ്. അപ്പോൾ ഏത് അംഗത്തിനും അപേക്ഷിക്കാം. വാസ്തവത്തിൽ ഒരു 50% MRPയിൽ നിന്നും ഏകദേശം ഒരു 20% ഓഫർ പ്രൈസിൽ നിന്നും കുറവാണ് നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്ന വില. നമുക്ക് ഈ ഇരിപ്പോ സാറ് പറഞ്ഞു KSFE വിളിച്ചത് വലിയ സന്തോഷമായി എന്നല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു അത്ഭുതമല്ല. കാരണം ശരാശരിപ്പെട്ട ഒരു ബാങ്കും വക്കീൽമാർക്ക് കടം തരാൻ തയ്യാറാവാറില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരിക്കലും ജസ്റ്റിസ് അനിൽ സാറ് ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വക്കീലായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു അപേക്ഷ കൊടുത്തു, ക്രെഡിറ്റ് കാർഡിന് അപേക്ഷ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അപേക്ഷ അപ്പം തന്നെ റിജക്ട് ചെയ്ത് കൈ കൊടുത്തു. അദ്ദേഹം ജഡ്ജി ആയി കഴിഞ്ഞപ്പോൾ അവർ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് സാറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ സാറ് റിജക്ട് ചെയ്തു. എന്തായാലും അറിയാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് ഇവിടുത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർബന്ധിച്ച് പിടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാനോ ഒന്നും വലിയ പ്രയാസമാണ്. സത്യത്തിൽ പണ്ടൊരിക്കലും ഒരു ക്യാമറ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ബജാജ് കിട്ടാൻ പറ്റില്ല. അതെന്താ കാര്യം? നിങ്ങൾ വക്കീലാണ്. പിന്നെ അവസാനം തിരിച്ചു വന്നിട്ട് ക്യാമറ മടക്കി കൊടുക്കുകയായിരുന്നു. കാരണം എടുക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലുള്ളൊരു അവസ്ഥയിൽ വാസ്തവത്തിൽ KSFE മുമ്പോട്ട് വന്നതിന് ഞങ്ങളാണ് വാസ്തവത്തിൽ നന്ദി പറയേണ്ടത്. ഇതാണ് ലാപ്ടോപ്പ്. നല്ല ലാപ്ടോപ്പ് അല്ലെങ്കിൽ സംഭവിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കും. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റും. ഷുവർട്ടി നമുക്ക് ഈ ലോണിന് വന്നേക്കുന്ന കണ്ടീഷൻ ഒന്ന്, 15 വർഷം പ്രാക്ടീസ് ഉള്ള നമ്മളുടെ ഒരു ലൈഫ് മെമ്പർ ഷുവർട്ടി ആയിട്ട് നിൽക്കണം എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഷുവർട്ടി ആയിട്ട് നിൽക്കുന്നയാൾ ഒരാൾക്ക് വേണ്ടി മാത്രമേ നിൽക്കാവൂ എന്നൊരു നിബന്ധനയും കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹം വിഷമത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷനാണ്. അതുപോലെ തന്നെ 36 ഇൻസ്റ്റാൾമെൻറ്റിലായിട്ടാണ് ചെയ്യുന്നത്. 36 ഇൻസ്റ്റാൾമെൻറ്റിൽ ഡൗൺ പേയ്മെൻറ്റ് 5%, 2,050 രൂപ. ഇത് കഴിച്ച് ബാക്കിയുള്ള 33,250 രൂപയുടെ പ്രൈസാണ് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടയ്ക്കേണ്ടി വരാറ്. അത് അതിൻ്റെ പേയ്മെൻറ്റ് ഷെഡ്യൂൾ തയ്യാറാവുന്നുണ്ട്. അത് ഓട്ടോമേറ്റഡ് ആയിട്ട് ഈ ECS എന്ന് നമ്മൾ പറയുന്ന സിസ്റ്റം വഴി ബാങ്കിൽ നിന്ന് നേരിട്ട് കൊടുക്കാനുള്ള ഒരു ക്ലിയറൻസ് കൂടെ നമ്മൾ കൊടുക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് കണ്ടീഷൻസ് ആയിട്ട് വാസ്തവത്തിൽ KSFE മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലൈറ്റായിട്ടുള്ള കണ്ടീഷൻസ് ആണ് ആസ് ഫാർ ആസ് എ ലോയർ ഈസ് കൺസേൺ എനിക്ക് തോന്നുന്നു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജൂനിയർ അഭിഭാഷകർക്ക്, അതായത് 1 കൊല്ലത്തിന് മുകളിലും 7 കൊല്ലത്തിൽ താഴെയും പ്രാക്ടീസുള്ള 35 വയസ്സിൽ താഴെയുള്ള അഭിഭാഷകർക്ക് ചില പ്രത്യേക
ബെനിഫിറ്റ്സ് നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അത് ഈ 2047 രൂപ ഇതിൻ്റെ ഡൗൺ പേയ്മെൻ്റായിട്ട് വരേണ്ട സംഖ്യ മുഴുവനായി തന്നെ ജൂനിയർ വെൽഫെയർ ഫണ്ടിൽ നിന്ന് കൊടുക്കും. ബാക്കിയുള്ളവർ ഈ പൈസ ആപ്ലിക്കേഷൻ്റെ കൂടെ അടയ്ക്കണം. അത് ജൂനിയർ ആണെങ്കിൽ അടയ്ക്കേണ്ട. ഇത് ജൂനിയർ ആണ് എങ്കിലും ഒരു ലാപ്ടോപ്പിന് വേണ്ടി മാത്രമേ ഈ ഫെസിലിറ്റി അവൈലബിൾ ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്ന ലാപ്ടോപ്പിൻ്റെ കോൺഫിഗറേഷൻ 10th ജനറേഷൻ പ്രോസസ്സറാണ് അതിലുള്ളത്. i5ൻ്റെ റിസൾട്ട് കിട്ടും എന്നാണ് ടെക്നിക്കൽ എക്സ്പെർട്സ് പറയുന്നത്. അതുപോലെ തന്നെ 8 GB റാം, 1 TB ഹാർഡ് ഡിസ്ക്, 14 ഇഞ്ച് സ്ക്രീൻ, വൈഫൈ, ബ്ലൂടൂത്ത്, 42 WH ബാറ്ററി, പറഞ്ഞ പോലെ വിൻഡോസ്, അതുപോലെ MS ഓഫീസൊക്കെ അതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും. നമ്മളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ ലാപ്ടോപ്പ് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ലാപ്ടോപ്പ് വളരെ അധികം ഉപയോഗിക്കുന്ന ഒരു വക്കീലാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ മുമ്പിൽ തുറന്ന് വെച്ചാൽ ഞാൻ ലോകത്ത് എവിടെയാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഓഫീസിലാണ്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഓഫീസിൽ എൻ്റെ ടൈപ്പിസ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ എവിടെ ഇരുന്നു തീർച്ചയായിട്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അതിനകത്തുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിലുള്ള എല്ലാ ബെയറാക്റ്റുകളും സൗജന്യമായി ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിലുള്ള എല്ലാ കോടതികളുടെയും ജഡ്ജ്മെൻറ്റുകൾ ഏകദേശം 1950 മുതലുള്ളതെങ്കിലും പൂർണ്ണമായും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതായത് നമ്മളുടെ ലൈബ്രറിയും നമ്മളുടെ ഓഫീസും നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ കോടതിയും നമ്മളുടെ ലാപ്ടോപ്പിൽ തന്നെയാണ്. അനുപേക്ഷണീയമായ ഒരു ഘടകമാണ് അഭിഭാഷകർക്ക് ലാപ്ടോപ്പ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുതന്നെ ഏറ്റവും നല്ല മോഡൽ വേണ്ടതാണ്. നമുക്ക് ഈ വിലയ്ക്കകത്ത് കിട്ടാവുന്നതിൽ സാധിക്കുന്നതിൽ ഏറ്റവും വലിയ കോൺഫിഗറേഷനുള്ള മോഡലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്തായാലും എല്ലാവരും ഇതിൽ പങ്കെടുക്കണം, ഈ ബെനിഫിറ്റ് യൂസ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now we invite to hand over the first application to Advocate Ben Raj. I invite Advocate Ben Raj also to the dais. I request Senior Advocate Gopalakrishna Kurupu sir, Secretary, Senior Advocate Association, to offer his felicitations. ചടങ്ങിൻ്റെ അധ്യക്ഷൻ AHCCAയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ലക്ഷ്മി നാരായണൻ, ഉദ്ഘാടകൻ ബഹുമാനായ ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ, KSFBയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രീ ഫിലിപ്പോസ് തോമസ്, KSFB MD ശ്രീ AP സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, സദസ്സിലുള്ള സുഹൃത്തുക്കൾ, ഇതിന് മുമ്പ് സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഉണ്ടായ അസാധാരണമായ സാഹചര്യങ്ങൾ, അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ശൈലിയും ജീവിതത്തിൻ്റെ രീതികളുമൊക്കെ മാറ്റിമറിച്ചു. ഓരോ തൊഴിൽ സ്ഥാപനത്തിനും ഓരോ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതിയും ശൈലിയുമൊക്കെ നമുക്ക് മാറ്റേണ്ടതായി വന്നു. കൊച്ചു കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്ഥിതി മാറി. അവരുടെ പഠനത്തിൻ്റെ സഹായികളായിട്ട് ആവശ്യ വസ്തുക്കളായിട്ട് പല സാങ്കേതിക ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആവശ്യമായി വരുന്ന സ്ഥിതിയിലേക്ക്, അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക്
പ്രൊഫഷണലുകളെന്ന് നമ്മൾ സ്വയം വിളിക്കുന്ന അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്നലെ വരെയുള്ള തൊഴിൽ സാഹചര്യങ്ങളിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടായി. ഈ പറഞ്ഞ സാങ്കേതിക ഉപകരണങ്ങളുടെ ആവശ്യം അല്ലതൊരു അവശ്യം അവരുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ തൊഴിലിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തി. ഈ തൊഴിലിൻ്റെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് തന്നെ മുമ്പ് സംസാരിച്ചവരെല്ലാം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ നന്നായി തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ശ്രീ വിൽപോത്തം സൂചിപ്പിച്ച പോലെ ഇന്ത്യ ഒട്ടാകെ ജൂനിയർ അഭിഭാഷകരുടെ സാമ്പത്തികമായ സപ്പോർട്ട്, ഒരു സഹായം നൽകുന്നതിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യ ഒട്ടാകെയുള്ള ബാർ കൗൺസിലുകൾ, ബാർ അസോസിയേഷനുകൾ, ചില കോടതികൾ തന്നെ അതിൻ്റെ ആവശ്യകത സൂചിപ്പിച്ചുള്ള ജഡ്ജ്മെൻറ്റുകൾ, വിധിന്യായങ്ങൾ വരെ വന്നത്. ആ സാഹചര്യത്തിലാണ് ഈ കാലത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി ഇതിൻ്റെ അംഗങ്ങളെ സഹായിക്കുന്നതിനായി കേരള അഭിഭാഷക ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ മുന്നോട്ട് വരികയും അതുമായി സഹകരിക്കുന്നതിന് കേരളത്തിലെ ഒരു പൊതുമേഖല ധനകാര്യ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസ് മുഴുവൻ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ തുടക്കം കുറിച്ച ഈ സ്കീം അഭിഭാഷകർക്ക് തീർച്ചയായും പ്രയോജനപ്രദമായ ഒരു സ്കീമാകും. അതിന് മുൻകൈയെടുത്ത അസോസിയേഷനും ധനകാര്യ സ്ഥാപനത്തിനുമൊക്കെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ പദ്ധതിയുടെ വിജയം ഈ ശ്രീ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തൊട്ടാകെയുള്ള മുഴുവൻ അഭിഭാഷക അസോസിയേഷനുകളിലെയും ജില്ലാ തലത്തിലും മറ്റ് ഓഫീസൽ തലങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന അഭിഭാഷകർക്ക് സഹായമാകുന്ന രീതിയിലേക്കുള്ള വ്യവസ്ഥകളോട് കൂടിയിട്ട് വ്യാപിപ്പിക്കട്ടെ, അതൊരു വലിയ പദ്ധതിയായി വികസിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you, sir. Now may I request Mr. V.P. Subramanian, Managing Director at KSFE, to speak a few words. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആരാധനായ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അവർ, അധ്യക്ഷൻ അഡ്വക്കേറ്റ് ലക്ഷ്മിനാരായണൻ, പ്രസിഡന്റ് കേരള ഹൈക്കോടതി അസോസിയേഷൻ, മറ്റ് വിശിഷ്ടവ്യക്തികളെ, ഈ ചടങ്ങ് സംബന്ധിച്ച് വിശദമായ സംസാരം കഴിഞ്ഞിരിക്കുകയാണ്. KSFE ഞങ്ങളുടെ പ്രിയങ്കരനായ ചെയർമാൻ സംസാരിച്ച പോലെ കഴിഞ്ഞ 50 വർഷമായിട്ട് കേരളത്തിൽ സിറ്റി രംഗത്ത് ഉണ്ടായിരുന്ന പല ആശാസ്യകരമല്ലാത്ത അല്ലെങ്കിൽ സാധാരണക്കാരെ സാമ്പത്തികമായി പറ്റിക്കുന്ന ഒരു കാലത്ത് 69 ജനനം കൊണ്ടിട്ട് കഴിഞ്ഞ 50 വർഷമായിട്ട് കേരളത്തിൽ സിറ്റി എന്ന പ്രോഡക്റ്റ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് KSFE. സിറ്റി എന്ന പ്രോഡക്റ്റിനാണ് കമ്പനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നടത്തി വന്നിരുന്നെങ്കിലും അതിനുശേഷം KSFE ബാങ്കുകൾ കൈകാര്യം ചെയ്യുന്ന, ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ബിസിനസ്, ലെൻഡിങ് ബിസിനസ് കാര്യമായി തന്നെ നടത്താൻ തുടങ്ങി. സംസ്ഥാന സർക്കാരിൻ്റെ 100% ഉടമസ്ഥയുള്ള ഒരു സ്ഥാപനം എന്ന രീതിയിൽ സർക്കാർ ഗ്യാരണ്ടിയോടുകൂടി ഓപ്പൺ മാർക്കറ്റിൽ നിന്നും വേണ്ടതായ പണം അത്യാവശ്യം ഭേദപ്പെട്ട പലിശ നിരക്കിൽ കടം വാങ്ങി അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്തു. അത് സാധാരണക്കാരെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് പെടാത്ത ലോക്കൽ ഗ്രാസ് റൂട്ടിലെ ജനങ്ങൾക്ക് എത്തിക്കാനെന്ന രീതിയിൽ വലിയൊരു ഉദ്യമമാണ് KSFE ഇത്രകാലം നടത്തിയത്. ഈ കഴിഞ്ഞ കോവിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡ് എല്ലാ വിഭാഗം ആളുകൾക്കും ഒരു പരീക്ഷണ കാലമായി. കാരണം സാധാരണക്കാരായ ജനങ്ങളാണ് KSFEയുടെ ഒട്ടുമിക്ക ഇടപാടുകാരും, ലോവർ ലെവലിലെ ആളുകൾ, മിഡിൽ ലെവലിലെ ആളുകൾ. അപ്പം ഈ 2 വിഭാഗത്തിനും പ്രത്യേകിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ട് പണം അടയ്ക്കാൻ ബുദ്ധിമുട്ട് വന്നു. ഈ മാർച്ച് മാസത്തിന് ശേഷം KSFE ഒരുപാട് ശ്രദ്ധയോടുകൂടിയാണ് ഇത്തരം ആളുകളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഒരുപാട്
തരത്തിൽ ബോർഡിൻ്റെ തരത്തിൽ പല പല സബ് കമ്മിറ്റികൾ ഫോം ചെയ്തിട്ടും പണം ജനങ്ങളുടെ പോക്കറ്റിൽ എത്തിക്കണം എന്ന രീതിയിൽ പ്രവർത്തിച്ചു. സത്യത്തിൽ KSEB ഇത്രയും ജനങ്ങൾ പണം അടയ്ക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ KSEB 2 മാസത്തെ ചിട്ടികൾ വേണ്ടെന്ന് വെച്ച് അത്രയും പണം ജനങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടാക്കി. അതിനർത്ഥം 2200 കോടി രൂപയുടെ ഒരു മാസം ചിട്ടി റൺ ചെയ്യുന്ന ലിക്വിഡിറ്റി പ്രോസസ്സ് ഒരു മാസം നിർത്തിയപ്പോൾ തന്നെ 2200 കോടി രൂപ മാർക്കറ്റിൽ നിന്നു. രണ്ടാമത്തെ മാസം ഇതുപോലെ തന്നെ ചിട്ടി തൽക്കാലം മാറ്റി വെച്ചപ്പോൾ വീണ്ടും 2200 കോടി രൂപ ഒരു തരത്തിൽ പറഞ്ഞ റൂറൽ മാർക്കറ്റിൽ നിന്നും സാമ്പത്തികമായിട്ട് സാധാരണക്കാരുടെ പർച്ചേസിൽ പ്രവർത്തിക്കുന്നു. അതിനുശേഷം KSEB കുറേ കൂടി കൺസെഷൻ രീതിയിൽ KSEB കോവിഡ് പാക്കേജ് എന്ന രീതിയിൽ ഞങ്ങളുടെ ബഹുമാന്യ ചെയർമാൻ ഞങ്ങളുടെ ബഹുമാന്യ ഡയറക്ടർ പ്രസാദ് സാറിൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ഡെലിവറേഷൻ നടന്നിട്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ ഒരു പരിധിവരെ താങ്ങി നിർത്തുന്ന NRIs ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് 8% പലിശയ്ക്ക് പണം വാങ്ങണം. ആ പണം 3% പലിശയ്ക്ക് സാധാരണക്കാരെ NRI റിട്ടേൺസിന് വിടും. സ്വർണ്ണപ്പണയ വായ്പ എന്ന രീതിയിൽ NRKസിന് അതുപോലെ നൽകുകയുണ്ടായി. KSEBയുടെ തന്നെ തിരുവനന്തപുരത്തുള്ള NRI ബിസിനസ് സെൻറ്റർ ഓൺലൈനായിട്ട് ചിട്ടി ചേരാം, ഓൺലൈനായിട്ട് ചിട്ടി ലേലത്തിൽ പങ്കെടുക്കാം, ഓൺലൈനായിട്ട് ചിട്ടിപ്പണം വാങ്ങിക്കാം. ഇങ്ങനെ എല്ലാം ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു NRI ബിസിനസ് ഓൺലൈൻ സെൻറ്റർ. അവിടെ ചിട്ടിയിൽ ചേർന്ന എല്ലാ NRI ഇടപാടുകാർക്കും 1.5 ലക്ഷം രൂപ വരെ 3% പലിശയ്ക്ക് ഞങ്ങൾ വായ്പ നൽകി. ആവശ്യഘട്ടത്തിൽ സാധാരണക്കാരെ കൂടെ നിൽക്കാൻ KSEBക്ക് നല്ലൊരു പരിധി വരെ കഴിയും. ഇപ്പോഴും നിങ്ങൾ ബഹുമാന്യ ചെയർമാൻ പറഞ്ഞ പ്രകാരം KSEB സാധാരണക്കാരായ 45 ലക്ഷത്തോളം വരുന്ന കുടുംബശ്രീ മെമ്പർമാരുടെ വീട്ടിലോട്ട് തിരിച്ചെല്ലുകയാണ്. അവരെ മക്കൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി ലാപ്ടോപ്പുകൾ ഒതുങ്ങിയ രീതിയിൽ ചുരുങ്ങിയ ചെലവിൽ എന്നാൽ 30 മാസം കൊണ്ട് തിരിച്ചടക്കുന്ന രീതിയിൽ അതിലും KSEB 1500 രൂപ പ്രിൻസിപ്പൾ തന്നെ കയ്യിൽ മുടക്കി. അത് കളക്ട് ചെയ്തുകൊണ്ട് അടയ്ക്കുന്ന ആളുകൾക്ക് 2% കമ്മീഷൻ കൊടുക്കും. തുടക്കത്തിൽ തന്നെ ചിട്ടി ചേരുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്കീമിൽ ചേരുമ്പോൾ തന്നെ ലാപ്ടോപ്പ് കൊടുക്കാനുള്ള ഫണ്ട് കൊടുക്കുന്നത് വലിയൊരു പദ്ധതിക്കാണ് തുടർന്ന് കൊടുക്കും. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉദ്യമമായിരുന്നു. അതിൻ്റെ പുറമെ KSEB 2,60,000 വീടിൽ ആളുകൾക്ക് സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ ഈ ഓൺലൈൻ പഠന സമയത്ത് കിട്ടാത്ത കുട്ടികളെ സഹായിക്കാൻ KSEB അയൽപ്പെട്ട പഠന കേന്ദ്രങ്ങളിൽ ഒരു സ്മാർട്ട് ടിവിയുടെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി 3, 4, 5 കുട്ടികൾക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടി അംഗനവാടിയിലോ അല്ലെങ്കിൽ ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ വായനശാലകളിലോ കുട്ടികൾക്ക് ഇത്തരത്തിൽ അനാഥരെ പോലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ സംരംഭം ഒരുക്കാൻ വേണ്ടി KSEB 36 കോടി രൂപയാണ് മാറ്റി വെച്ചത്. അതിൽ 5000 ടിവികൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾ 35,000 ടിവികൾ കൊടുക്കാനുള്ള പ്രയത്നത്തിലാണ്. മാത്രം ലക്ഷ്യമെടുക്കാതെ ലാഭം ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കാശിൻ്റെ ചെറിയ സ്പ്രെഡ് മാത്രം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലെ വായ്പാ സംരംഭങ്ങൾ പരിപോഷിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു സംരംഭം പ്രത്യേകിച്ച് ഹൈക്കോടതിയിലേക്ക് എല്ലാവർക്കും നേരത്തെ സാറ് വന്ന പ്രകാരം ലോൺ കൊടുക്കാൻ ഭയമൊന്നും KSEBക്കില്ല. കാരണം KSEB അത്രമാത്രം ആളുകളോട് ഇടപെടുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് പ്രകാരം അവർക്ക് ഈ എമൗണ്ടിൻ്റെ കാര്യങ്ങൾ ഓർപ്പിച്ചു. അതുപോലെ വീണ്ടും ഞങ്ങൾ ഇതുപോലെ പബ്ലിക്കിൽ ചെയർമാൻ ഹിന്ദിയതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഇത്തരത്തിൽ ഈ സമയത്ത് ലാപ്ടോപ്പ് യുഗമാണ്. എന്നാൽ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും, ഓൺലൈനായിട്ട് ജീവിക്കാൻ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കാൻ പറ്റും. വീടുകളൊക്കെ ഓൺലൈനായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുന്നു, ഓൺലൈനായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കൂട്ടുകൂടി നിൽക്കാൻ ഒന്നിച്ച് ക്ലൗഡിലായിട്ടുള്ള ആളുകൾ ഒന്നിച്ച് നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നു, കല്യാണങ്ങളുടെ സാഹചര്യം ഒഴിവാക്കുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത്. അതിലൂടെ മനസ്സിലാക്കുന്ന ടെക്നോളജിക്ക് ഒരുപാട് പ്രാധാന്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ KSEB ലാപ്ടോപ്പിന് വേണ്ടി ഈ മാനുഫാക്ചേഴ്സുമായി സംസാരിച്ച് ഏറ്റവും കൺസെഷനായ ഒരു എമൗണ്ടിൽ ലാപ്ടോപ്പ് നമ്മൾ സംഘടിപ്പിച്ച് ഈ സബ്വെൻഷൻ നേരിട്ട് കസ്റ്റമേഴ്സിന് പാസ് ഓൺ ചെയ്തു നല്ലൊരു പദ്ധതികളെ പറ്റി ആലോചിക്കുകയാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഒരുപക്ഷെ സ്കൂളിലെ കുട്ടികൾക്കും മാനേജ്മെൻറ്റിനും നല്ല രീതിയിൽ കുട്ടികളെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അധ്യാപകർക്ക് ഓൺലൈൻ പഠനത്തിന് വേണ്ടി ഉതകുന്ന രീതിയിലൊരു സ്കീം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. KSEB ഈയിടെയായിട്ട് ജനങ്ങളോട് പറയട്ടെ KSEB എന്താണെന്ന്. മുൻപ് കാലങ്ങളിൽ KSEB ആണോ KFC ആണോ ഒക്കെ സംശയം വരുമായിരുന്ന സമയം പോയി. എന്തായാലും ഞങ്ങൾ ഹൈക്കോടതിയിലോട്ട് കൂടി ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് വിടുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന കുറേ പുതിയ കസ്റ്റമേഴ്സിനെയും പുതിയ ജൂനിയർ അഡ്വക്കേറ്റ്സിനെയും അതിനോട് കൂടി സീനിയർ അഡ്വക്കേറ്റ്സിനോട് ബന്ധം സ്ഥാപിച്ചു KSEBയുടെ മറ്റ് പ്രോഡക്റ്റുകളായ സ്വർണ്ണപ്പണയ വായ്പ, പേഴ്സണൽ ലോൺ, ഹൗസ് ലോൺ,
അതുപോലെ ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന ചിട്ടി ലോൺ, അതുപോലെ മറ്റെല്ലാ വായ്പാ പദ്ധതികൾക്കും ഒരു 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 ലിങ്ക് ഇടുക ഞങ്ങൾ ചെയ്തു. സത്യമായിട്ടും ഞങ്ങൾ ഒരു ക്രോസ് സെല്ലിങ്ങിന് ഈ ഒരു അവസരം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നു. KSB ബന്ധപ്പെടുക. KSB എന്ത് തന്നെ ആയാലും ഒരു പൈസ പോലും KSB ഡെപ്പോസിറ്റ് നാട്ടുകാർക്ക് നഷ്ടപ്പെടില്ല. KSBയുടെ കാര്യത്തിൽ, സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ 101% വിശ്വസിക്കുക, കടന്നു വരിക. KSBയുടെ ഈ സംരംഭം അല്ലെങ്കിൽ KSB അസോസിയേഷൻ തമ്മിലുള്ള ഈ ഒരു അറ്റംപ്റ്റ് എല്ലാ അഡ്വക്കേറ്റ്സിൻ്റെയും മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും എത്തിക്കാൻ ഞങ്ങളും ശ്രമിക്കാം, അസോസിയേഷൻ എത്തിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. അതോടുകൂടി KSB മറ്റ് പ്രോഡക്റ്റുകളൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനും അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സമർപ്പിക്കാനും പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ സംരംഭം സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്കും ബഹുമാനായ ജസ്റ്റിസിനും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഈ ഇതിൽ പങ്കാളിയായിക്കൊണ്ട് കൂടുതൽ അഡ്വക്കേറ്റ്സ് ആയാലും മറ്റാളുകളും ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തി മാക്സിമം ഈ ടെക്നോളജി യുഗത്തിലേക്ക് കടക്കട്ടെ, സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Now I call for Advocate V.K. Prasad, Director, KSFE, to speak of here. യോഗത്തിൻ്റെ അധ്യക്ഷൻ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ലക്ഷ്മിനാരായണൻ, ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ സാർ, വേദിയിലുള്ള KSFEയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് സാർ, മാനേജിംഗ് ഡയറക്ടർ ശ്രീ V.P. സുബ്രഹ്മണ്യൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് അജിത് കുമാർ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ സാർ, പ്രിയ അഭിഭാഷക സുഹൃത്തുക്കളെ, KSFEയിലെ സഹപ്രവർത്തകരെ, എന്നെ സംബന്ധിച്ചിടത്തോളം അസുലഭമായ ഒരു പദവിയാണ് ലഭിച്ചത്. ഒരേ സമയം ഞാൻ ഇവിടുത്തെ അഭിഭാഷകനാണ്, KSFEയുടെ ഡയറക്ടർ. ആ നിലയ്ക്ക് എനിക്കൊരു ബാങ്കിങ് പശ്ചാത്തലവും കൂടി ഉള്ളതുകൊണ്ട് ഇവിടെ അഭിഭാഷകർക്ക് ഇത്തരത്തിൽ ഉള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ വാസ്തവത്തിലൊരു ബിസിനസ് സെൻസ് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത് KSFEക്ക് ഒരു അവസരമാണല്ലോ എന്ന് ഞാനൊന്ന് പറയാറുണ്ട്. പക്ഷെ തുടർന്ന് മുമ്പോട്ട് പോയപ്പോൾ വാസ്തവത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. KSFEയുടെ വ്യവസ്ഥകളും വക്കീലന്മാരുടെ പരിമിതികളും തമ്മിൽ പൊരുത്തപ്പെടുത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ വലിയ സമ്മർദ്ദം തന്നെ അനുഭവപ്പെടേണ്ടി വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, KSFEയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി തന്നെ അതിൻ്റെ ഒരു റിക്കവറി സംവിധാനം എന്ന് പറയുന്നത് റവന്യൂ റിക്കവറി ഇല്ലാത്ത ഒരു പദ്ധതി എന്നുള്ളത് KSFE ഇതുവരെ ആവിഷ്കരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വഴിമാറി നടക്കൽ ഇവിടെ ഉണ്ടായി. അവിടെ LACH എന്ന പുതിയ സംവിധാനം, ആ കാര്യത്തിൽ എൻ്റെ ഒരു ബാങ്കിങ് അനുഭവമാണ് എന്നെ സഹായിച്ചത്. LACH എന്ന് പറയുമ്പോൾ അതിന് സെക്ഷൻ 138 NI ആക്ടിൻ്റെ സംരക്ഷണം. അപ്പോൾ ഇൻസ്ട്രക്ഷൻ മുടങ്ങിയാൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് KSFEയെ പറഞ്ഞ് സമ്മതിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. എന്തായിരുന്നാലും ഇത് സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം. നീലാം സ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്ത് പറഞ്ഞ വാചകം, ഇറ്റ്സ് എ സ്മോൾ സ്റ്റെപ്പ് ഫോർ മാൻകൈൻഡ് ബട്ട് ഇറ്റ്സ് എ ബിഗ് ലീപ്. ഇറ്റ്സ് എ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ ബട്ട് ഇറ്റ്സ് എ ബിഗ് ലീപ് ഫോർ ദ മാൻകൈൻഡ് എന്ന് പറഞ്ഞ പോലെ വാസ്തവത്തിൽ ഇവിടെ ലാപ്ടോപ്പ് മാത്രമാണ് ഇപ്പോൾ ഈ പദ്ധതിയിലൂടെ തുടങ്ങുന്നതെങ്കിൽ രണ്ട് കൂട്ടർ അഭിഭാഷകർക്കും KSFE ഇതൊരു പുതിയ കാലത്തേക്കുള്ളൊരു കുതിച്ചുചാട്ടം. കൊറോണ അതിന് നമ്മൾ നിർബന്ധിതരാക്കി എന്നുള്ളത് വസ്തുതയാണ്. എങ്കിൽ ആകെ ലോകം മാറുന്നു. ടെക്നോളജിയെ ചിറകിട്ട് നിർത്തിക്കൊണ്ട് അഭിഭാഷക സമൂഹത്തിനോ ജുഡീഷ്യൽ സിസ്റ്റത്തിനോ നിലനിൽക്കാൻ കഴിയും എന്ന് നമുക്ക് ചിന്തിക്കുന്നത് മൗഢ്യമായി. അതുകൊണ്ട് തന്നെ ഈ ഒരവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ടെക്നോളജിയെ കൂടുതൽ ലിബറേറ്റ് ചെയ്യുന്ന ഒരു കാലത്തേക്ക് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തെ ആകെ ട്രാൻസ്ഫോം ചെയ്യുന്നതിൻ്റെ ഒരു തുടക്കമായി വാസ്തവത്തിൽ നമുക്ക് ഇതിനെ കാണാം. മറുവശത്ത് KSFEയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഞങ്ങൾ ഇന്ന് നിലവിലുള്ള ഡയറക്ടർ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ചുമതല ഏതാണ്ട് ഒരു സൺസെറ്റ് ഇൻഡസ്ട്രി എന്ന് പറയാവുന്ന ഒന്നാണ് ചിട്ടി. പ്രത്യേകിച്ചും ഒരു ഗ്ലോബലൈസ്ഡ് എൻവയൺമെൻറ്റിൽ ചിട്ടി പോലെയുള്ള ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റിന്, അതും RBIയുടെ റെഗുലേഷൻ ഇല്ലാത്തൊരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റിന് നിലനിർത്താൻ ശ്രമകരമാണ്.
അതിനെ മറികടന്നുകൊണ്ട് ഈ ചിട്ടിയെ പ്രസക്തമാക്കുക മാത്രമല്ല, KSFBയുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡെമോഗ്രാഫിക് പാറ്റേൺ, 50 വയസ്സിന് മുകളിലാണ് ചിട്ടി സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്രായം, അത് താഴേക്ക് കൊണ്ടുവന്ന് ഈ ചെറുപ്പക്കാരായ ആളുകളിലേക്ക് എത്തുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞ ഓൺലൈൻ അടക്കം ഉള്ള കാര്യം മാത്രമല്ല, ഇനിയും ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ സോഫ്റ്റ്വെയറിലേക്ക് KSFB താമസിയാതെ മാറുന്നത്. അപ്പോൾ അതോടൊപ്പമാണ് വായ്പയുടെ മേഖലയിൽ ഇത്തരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ധനകാര്യ മേഖലയിൽ ഒരു പരിചയം വെച്ച് എനിക്ക് ഉള്ളൊരനുഭവം, കേരളത്തിൽ നിന്ന് ഇവിടുത്തെ റീറ്റെയിൽ സെഗ്മെൻറ്റിൽ അരങ്ങ് വാഴുന്നത് NBFCകളും അതുപോലെ വെറും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും. നിങ്ങൾ കാർ വാങ്ങിക്കണമെങ്കിലും ഫ്രിഡ്ജ് വാങ്ങിക്കണമെങ്കിലും ഷോറൂമിൽ ചെന്നാൽ അവിടെ നിന്ന് തന്നെ ഫിനാൻസ് കിട്ടുന്ന ഒരു സാഹചര്യം. ആ തരത്തിലുള്ള വിപുലമായ മാർക്കറ്റ്, അതിൻ്റെ സാധ്യതകൾ അപാരമാണ്. ആ സാധ്യതകൾ വിനിയോഗിച്ചുകൊണ്ട് കേരളത്തെ ഈ തരത്തിലുള്ള അമിതമായ പലിശ ഈടാക്കുന്ന ആളുകളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി ആണ് KSFB സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് ഇവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. പുതിയ കാലത്തേക്കുള്ള ഈ ഒരു പ്രയാണത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ആണ് KSFBയും അതോടൊപ്പം അഡ്വക്കേറ്റ്സ് അസോസിയേഷനും നടത്തുന്നത്. ഈ കാര്യത്തിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ പദ്ധതിക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് Thank you, sir. I invite Advocate S. Rendu, Secretary, Junior Lawyers Welfare Fund Committee, to address the gathering. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, അസോസിയേഷൻ പ്രസിഡന്റ് ആർ ലക്ഷ്മിനാരായൺ, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ, ഈ യോഗത്തിൽ ഇന്നത്തെ മുഖ്യാതിഥി പീപ്പോസ്, അതുപോലെ തന്നെ KSFBയുടെ MP VP സുബ്രഹ്മണ്യൻ, എൻ്റെ സഹപ്രവർത്തകർ, അഭിഭാഷകർ. ഈ ലാപ്ടോപ്പിൻ്റെ ഒരു സ്കീം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ജൂനിയർ അഭിഭാഷകർക്ക് നമ്മുടെ ഹൈക്കോടതി അസോസിയേഷൻ കൊടുത്ത ഒരു മുൻഗണന അത് എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. നമുക്കറിയാം, ഈ സ്കീം ആദ്യം വന്നതിന് ശേഷം ഞാൻ ലക്ഷ്മിനാരായണ സാറിനടുത്ത് സംസാരിക്കുന്നുണ്ട്. ജൂനിയർ അഭിഭാഷകർക്ക് നമ്മൾ ഈ അസോസിയേഷൻ, അതായത് 2020 അസോസിയേഷൻ വന്നതിന് ശേഷം ധാരാളം സ്കീമുകൾ നമ്മൾ അസോസിയേഷൻ ജൂനിയർ വെൽഫെയർ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സ്കീമുകൾ ഇനിയും നടപ്പിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ സ്കീം കഴിഞ്ഞാൽ അത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ തുടങ്ങി വയ്ക്കാനിരുന്നായിരുന്ന എല്ലാ സ്കീമുകളും തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടതുണ്ടായി. അത് ഉദാഹരണത്തിന് നമ്മുടെ ജൂനിയർ അഭിഭാഷകർക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ, അതൊരു KHSC പോലെയുള്ള അല്ലെങ്കിൽ KLT പോലെയുള്ള സോഫ്റ്റ്വെയർ ഏറ്റവും നാമമാത്രമായ തുകയ്ക്ക് നൽകുവാനുള്ള സ്കീമുകളെല്ലാം നമ്മുടെ അസോസിയേഷൻ തയ്യാറാക്കിയിരുന്നതായിരുന്നു. എന്നാൽ ആ സ്കീമുകളെല്ലാം നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അനൗൺസ് ചെയ്യാനോ അല്ലെങ്കിൽ തുറന്ന് കൊണ്ടുപോകാനോ നമുക്ക് സാധിച്ചില്ല. അപ്പോഴാണ് നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ ഒരു നല്ല സ്കീം വന്നത്. നമ്മുടെ എല്ലാ ജൂനിയർ അഭിഭാഷകർക്കും 2050 രൂപ നമ്മുടെ ജൂനിയർ ഹെൽത്ത് കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ആ ഫണ്ട് തിരിച്ചു നൽകേണ്ടതല്ല എന്നുള്ളതും കൂടി പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതായത് ഒരു വർഷത്തിൽ സാറ് പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ ഒരു വർഷത്തിൽ മീതെയും 7 വർഷത്തിൽ താഴെ പ്രായമുള്ള 35 വയസ്സിൽ താഴെയുള്ള എല്ലാ ജൂനിയർ അഭിഭാഷകർക്കും ഈ സ്കീം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ജൂനിയർ വെൽഫെയർ കമ്മിറ്റിക്ക് ഫണ്ടിൻ്റെ വളരെയധികം അപര്യാപ്തതയുണ്ട്. ഫണ്ട് എന്നാലും നമ്മളത് കണ്ടെത്തിക്കൊണ്ട് വരുന്ന മുഴുവൻ ജൂനിയർ അഭിഭാഷകർക്കും ഈ സ്കീം ഉൾപ്പെടുത്തി ഈ പറയുന്ന ആദ്യ ഗഡുവായ 2050 രൂപ കൊടുക്കാൻ നമ്മുടെ ജൂനിയർ വെൽഫെയർ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കും. അതിനായി ഈ വേദിയിൽ എല്ലാ സീനിയർ അഭിഭാഷകരോടും അതുപോലെ തന്നെ മറ്റെല്ലാ അഭിഭാഷകരോടും ഇതിൽ കാര്യമായി ജൂനിയർ വെൽഫെയർ കമ്മിറ്റിയെ സഹായിക്കണം എന്നും കൂടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഈ സ്കീമിൽ എല്ലാ ജൂനിയർ അഭിഭാഷകരും പങ്കെടുക്കണം. എല്ലാവർക്കും ഇത് ഒരു മാറ്റത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടത്തിൽ എല്ലാവരും പങ്കാളികളാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസിക്കുന്നു. Thank you, sir. I invite Advocate Jaykumar Namboothiri, Treasurer, KFCA, to propose the vote of thanks. Good evening, everybody. ഈ
വൈകിയ വേളയിൽ ഇങ്ങനെയൊരു സംരംഭം നമ്മൾ കൊണ്ടുവരുമ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഈ കൃഷ്ണപ്പിള്ളിയുടെ ഒരു ഹാസ്യ കഥയാണ്. വക്കീലന്മാരുടെ കുളമ്പ് എന്ന് പറഞ്ഞിട്ട് 19 വർഷം മുമ്പേ വക്കീലന്മാരുടെ ഓഫീസും വക്കീലന്മാരുടെ ക്ലബ്ബ് അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ, കസേരയുടെ 3 കാലിൽ 1 കാല് പൊട്ടിയിട്ട് അതിൽ കല്ലെടുത്ത് വെച്ച് ഇരുന്നു കുറേ പൊടി പിടിച്ച ഫയലുകൾക്കിടയിൽ. അങ്ങനെ നമ്മളൊക്കെ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ വക്കീൽ ഓഫീസുകൾ അങ്ങനെയൊക്കെയാണ്. കുറച്ച് പൊടി പിടിച്ച ഫയലുകളും ടൈപ്പിസ്റ്റും ഒക്കെ ആയിട്ട് ചെറിയ മുറിയിൽ കുറിച്ച് മുറിയിൽ അതിനിടത്തിൽ ആരെങ്കിലും ഒരു സിംഗർ ഉദ്യോഗസ്ഥൻ അങ്ങനെയൊക്കെ ഇരുന്നിട്ടുള്ള ഒരു വടക്കേ മലബാറിൽ വന്ന അനുഭവം ഉള്ളതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ വളർന്ന കാലഘട്ടത്തിൽ മാറി നമ്മളിപ്പോൾ ഈ പുതിയൊരു കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയുടെ ലോകത്തേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ സ്വയം മാറുക. ഈ മാറ്റവും ചട്ടങ്ങളെ സ്വയം ഇല്ലെങ്കിൽ അത് മാറ്റും. നിങ്ങളെ പറഞ്ഞ മതി, നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും പുതിയ പുതിയ സംവിധാനങ്ങൾ പഠിക്കാനും അത് മാറാനും നമ്മൾ തയ്യാറാണ്. ഇന്ന് ഇതിനുള്ളൊരു സഹായത്തിന് വേണ്ടിയാണ് നമ്മുടെ അസോസിയേഷൻ ഇങ്ങനെയൊരു മുൻകൈ എടുത്തത്. ഇതിന് എല്ലാവിധ പിന്തുണയും അതിനുള്ള പ്രചോദനവും നമ്മുടെ ബഹുമാനായ ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ സാറിനാണ്. അദ്ദേഹം അസോസിയേഷനുമായിട്ട് ജൂനിയർ ലോയേഴ്സിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പല നിർദ്ദേശങ്ങളും വളരെയധികം അസോസിയേഷന് ഗുണപ്രദമായിട്ടുണ്ട്. അത് കഴിയുന്നതും ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം അടക്കമുള്ള പദ്ധതികൾ ചർച്ച ചെയ്ത് വരികയാണ്. കൊറോണ ഇൻഷുറൻസ് അടക്കമുള്ള പദ്ധതികൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇന്നത്തെ യോഗത്തിൽ ഈ പരിപാടി സ്കീം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സന്നിഹിതനായ ബഹുമാനായ നമ്മുടെ ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ സാറിന് നമ്മുടെ കമ്മിറ്റിയുടെ പേരിലും അസോസിയേഷൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. തൻ്റെ എല്ലാ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ ഇതിനുവേണ്ടി വന്ന അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് സാർ, സീനിയർ അഭിഭാഷകൻ, പത്തനംതിട്ട ബാർ അസോസിയേഷൻ്റെ ദീർഘകാല പ്രസിഡൻ്റായിരുന്ന ഫിലിപ്പോസ് സാർ, അദ്ദേഹത്തിന് നമ്മുടെയൊക്കെ ഒരു ആശീർവാദിക്കാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ഈ അസോസിയേഷനുമായിട്ടൊരു ബന്ധം അദ്ദേഹത്തിൻ്റെ ആത്മബന്ധത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്ന് നമ്മുടെ മുമ്പിൽ വരികയും നമുക്ക് വേണ്ടി എല്ലാവിധ സഹായവും ചെയ്തു തന്ന സാറിന് അസോസിയേഷൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. ശ്രീ DP സുബ്രഹ്മണ്യൻ MD, നമ്മളിത് പരിപാടി ആരംഭിച്ച മുതൽ ഇദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും തൃശ്ശൂർ വരെ പോകേണ്ട ഞങ്ങൾക്ക് വീഡിയോ കോൺഫറൻസിലൂടെ ഞങ്ങൾ അസോസിയേഷനിൽ നിന്ന് അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുകയും സ്കീമിനെക്കുറിച്ചും പല പല പദ്ധതികളെക്കുറിച്ച് ചെയ്യുകയും അതിനുശേഷം ഫോണിലൂടെ ബന്ധപ്പെടുകയും ഇതിനുവേണ്ടി എല്ലാ സഹായവും അദ്ദേഹം ചെയ്തു തന്നു. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഈ അസോസിയേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സമാദരണീയനായ പ്രസിഡന്റ് രശ്മി സാറിൻ്റെ കൂട്ടായ്മയിലൂടെ ആണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അദ്ദേഹത്തിന് ഇന്ന് ഇവിടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച രശ്മി സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇവിടെ ആദ്യ അപേക്ഷ കൊടുക്കാൻ വന്ന നമ്മുടെ അഡ്വക്കേറ്റ് ബെൻരാജ് ജൂനിയർ ലോയർ, അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി, അതുപോലെ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും, നമ്മുടെ ഈ പരിപാടി ശബ്ദ നിർവഹണത്തോട് ചെയ്ത ശ്രീ കൃഷ്ണയ്ക്കും, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പദ്ധതികൾക്കും എല്ലാ സഹായവും നമ്മുടെ റിലീഫ് ഫണ്ടിലായാലും നമ്മുടെ പല പദ്ധതികൾക്കായും നമുക്ക് എല്ലാവിധ പിന്തുണയും തരുന്ന സീനിയർ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ കുറുപ്പ് സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ് അസോസിയേഷൻ്റെ പേരിൽ. അങ്ങനെ പിന്നെ നമ്മുടെ പ്രിയങ്കരനായ പ്രസാദ് സാറിലൂടെയാണ് ശരിക്കും നമ്മുടെ KSFയിലേക്ക് നമ്മൾ വരുന്നത്. കാരണം ഇങ്ങനെ ഒരു പ്രോജക്റ്റ് KSF, അതിനെന്താ, ഞാൻ KSFയുടെ ഡയറക്ടറാണല്ലോ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം അറിഞ്ഞില്ല KSFയുടെ ഡയറക്ടറാണെന്ന് നമ്മൾ അറിയില്ലായിരുന്നു. പക്ഷെ അതൊരു വല്ലാത്തൊരു ഊർജ്ജമായിരുന്നു, കമ്മിറ്റിക്ക് തന്നെ ഒരു ഊർജ്ജമായിരുന്നു, നമ്മൾ അസോസിയേഷൻ തന്നെ ഒരു ഊർജ്ജമായിരുന്നു പ്രസാദ് സാറിൻ്റെ ആ ഒരു ഇത്. അതിലൂടെ ഈ പദ്ധതി നമുക്ക് കൊണ്ടുവരാൻ പറ്റി. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുകയാണ്. ഈ പദ്ധതിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത് തന്നെ നടപടികൾ ആരംഭിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. We have come to the end of this function.